നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ എയർലൈൻസ് എന്ന് അവകാശപ്പെടുന്ന ഖത്തർ എയർവേസിലാണ് നമ്മുടെ യാത്ര. അതിനായിട്ട് മുംബൈയിലുള്ള ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ചു സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്കിൻ്റെ സമയമായി. മുംബൈയിൽ നിന്ന് ദോഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. പല എയർലൈൻസുകളിലും ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഖത്തർ എയർവേസും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. ഇന്നാണ് അങ്ങനൊരു അവസരം വന്നിരിക്കുന്നത്. 4 മണിക്കൂറാണ് മുംബൈയിൽ നിന്ന് ദോഹയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് ബോർഡിങ്ങിൻ്റെ സമയമൊക്കെ ആയി ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറി നമ്മൾ ബിസിനസ് ക്ലാസ്സൊക്കെ ഒന്ന് വീക്ഷിച്ച് നമ്മുടെ ക്ലാസ് ആയിട്ടുള്ള എക്കണോമി ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓവർ എക്സ്പെക്റ്റേഷൻസോടുകൂടി വന്നത് കൊണ്ടാണോ എന്നറിയില്ല, എങ്കിലും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലത്തെ ആ ഒരു ഫീലും എന്തോ ഒരു ഇത് മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും കുറച്ച് അമ്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റും തരക്കേടില്ല, നല്ല ഹൈറ്റിലുള്ള സീറ്റാണ്, ആവശ്യത്തിന് കുഷനിങ് സപ്പോർട്ടും ഒക്കെ ഉണ്ട്. മുമ്പിൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റവും മൊബൈലൊക്കെ റീചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഫ്രീ വൈഫൈ ഉണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ യാത്രയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ഹെഡ്സെറ്റും തന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു ബ്ലാങ്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ തന്നത്. എന്തായാലും കൊള്ളാം. സീറ്റ് കണ്ടപ്പോൾ തോന്നിയ ആ ഒരു സൗകര്യം ഇരുന്നപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തില്ല, പക്ഷേ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാബിൻ ക്രൂ നമുക്കൊരു റിഫ്രഷിങ് ടവൽ, ഒരു വെറ്റ് ടവൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡും സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഖത്തർ എയർവേസിൻ്റെ ഫുഡ് എത്രത്തോളം നല്ലതാണെന്ന് നോക്കാം. ഇത്രയാണ് കിട്ടിയത്: ഒരു ബോട്ടിൽ വെള്ളം, കുറച്ച് കട്ട്ലറി, ഒരു ക്രൊസാന്ത്, ഒരു മെയിൻ കോഴ്സ് മീല്, ഒരു യോഗേട്ട്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്. ഇത്രയും ആണ് കിട്ടിയത്. അടുത്ത ബിവറേജ് ആയിട്ട് നമുക്കൊരു മാംഗോ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണ സ്വല്പം കരിഞ്ഞിട്ടുള്ള ഒരു ക്രോസാന്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മെയിൻ കോഴ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ നോൺ വെജ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അതിലുണ്ടായിരുന്നത് കുറച്ച് സ്പൈനാച്ച്, തക്കാളി, പൊട്ടാറ്റോ വെഡ്ജസ്, ഒരു ഓംലെറ്റ്, ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓംലെറ്റ്. ഇത്രയാണ് ഉണ്ടായിരുന്നത് മെയിൻ കോഴ്സിൽ. യോഗേട്ടും അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ലായിരുന്നു. അടുത്ത് കട്ട് ഫ്രൂട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. കട്ട് ഫ്രൂട്ട്സ് കമ്പാരിറ്റീവ്ലി ഫ്രഷ് ആയിരുന്നു. അതിൽ മസ്ക് മെലണും പൈനാപ്പിളും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സാണ് ഉണ്ടായിരുന്നത്. ആകെ മൊത്തം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഖത്തർ എയർവേസിൻ്റെ ഈ ഒരു ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയത്.